നമ്മുടെ ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ശബരിമല പോയതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചാണ്ടി ഉമ്മൻ്റെ സാന്നിധ്യത്തിൽ ഒരു പെന്തക്കോസ്റ്റ് പാസ്റ്റർ പറഞ്ഞൊരു കാര്യം, ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ നരകത്തിലേക്ക് പോകേണ്ടി വരും, അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. ആ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ആ വീഡിയോ എന്നിപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വൈറലാണ്. രാഷ്ട്രീയക്കാരിൽ നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി ഗണേശൻ, എ ബി ഗണേഷ് കുമാർ പെന്തക്കോസ്താണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പെന്തക്കോസ്താണ്. ആ പെന്തക്കോസ്തിൻ്റെ ഏതൊരു വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ വിഭാഗത്തിൽ ഇദ്ദേഹം ഗണേഷ് കുമാർ പോവുകയും അവിടുത്തെ പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തല വെച്ചിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് ഉള്ള മാർഗം ഗണേഷ് കുമാറിന് ഒരുക്കി കൊടുക്കുന്ന രംഗം ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഭാര്യ വഴിയാണെന്ന് മാത്രമേ ഉള്ളൂ. ആൻ്റണിയുടെ ഭാര്യ കനത്ത പെന്തക്കോസ്റ്റാണ്. വേറൊരാൾ അദ്ദേഹവും കോൺഗ്രസ് തന്നെയുള്ളതാണ്. ഇതുപോലെ തന്നെ ഒരു പെന്തക്കോസ്റ്റ് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ്. കാലടി യൂണിവേഴ്സിറ്റിയിലെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KS രാധാകൃഷ്ണൻ പെന്തക്കോസ്ത് സമൂഹങ്ങളെ കുറിച്ച് തെറ്റായ ഒരു ധാരണ വരുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. എനിക്ക് തോന്നുന്നത് ഇന്ന് വൈകിട്ടെങ്ങാണ്ട് ഇറങ്ങിയ വീഡിയോ ഞാൻ തോന്നുന്നു. രാധാകൃഷ്ണൻ സാറ് ഒരു ചെറിയ മനുഷ്യനല്ല. സംസ്കൃത സർവകലാശാലയിലെ വൈസ് ചാൻസലർ ആയിരുന്നു. പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർ ആയിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ ഒരു സമുന്നതനായ നേതാവുമായിരുന്നു. പിന്നെ അദ്ദേഹം ഈ കോൺഗ്രസിൽ നിന്ന് ഈ സ്ഥാനങ്ങളെല്ലാം നേടിയെടുത്ത് ആസ്വദിച്ചതിന് ശേഷം BJPയിലേക്ക് പോവുകയുണ്ടായി. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം. അദ്ദേഹം BJPയുടെ അനിഷേധ്യനായ ഒരു നേതാവാണ് ഇപ്പോൾ. പക്ഷെ എനിക്ക് അദ്ദേഹത്തെ BJPയുടെ നേതാവ് എന്ന് പറയുന്നതിനേക്കാൾ പറയാൻ താല്പര്യം, അത് ഒരു വിദ്യാഭ്യാസ വിചക്ഷണനാണ്. ആള് പ്രശസ്തനായ ഒരു പ്രഭാഷകനൊക്കെയാണ്. പക്ഷേ അദ്ദേഹം ഈ പെന്തക്കോസ്ത് കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞ ചില വസ്തുതകളിൽ യാതൊരു കഴമ്പുമില്ല എന്ന് പറയാതെ വയ്യ. കാരണം ഇദ്ദേഹത്തെ പോലുള്ള ഒരാള് ഒരു സഭയെക്കുറിച്ചൊരു സമൂഹത്തെക്കുറിച്ചൊരു പഠനം നടത്തുമ്പോൾ അത് ഏതാണ്ട് ഒരു 50% ശരിയായിരിക്കണം. ഇത് 10% പോലും ശരിയില്ല ഈ പറഞ്ഞതിനകത്ത്. ഒന്നാമത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, 200-ലധികം പെന്തക്കോസ്ത് ഗ്രൂപ്പുകൾ കേരളത്തിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ പെന്തക്കോസ്ത് സഭ എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. അതാണ് ഒരു കുഴപ്പം. ഇതെല്ലാം കൂടെ വീഡിയോയിൽ പറയാൻ പോയാൽ ബുദ്ധിമുട്ടാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ അത്യാവശ്യ കാര്യങ്ങൾ പറയാൻ വിചാരിക്കുകയാണ്. ഈ പൗരോഹിത്യ സഭകൾ പോലെ താടിയും മീശയൊക്കെ വെച്ച പാതിരിമാരും വിശേഷ വസ്ത്രങ്ങൾ അണിഞ്ഞ മെത്രാപ്പോലീത്തമാരും പിതാക്കന്മാരും ഉള്ളൊരു പ്രസ്ഥാനമൊന്നുമല്ല ഈ പെന്തക്കോസ്ത് സഭ. ഇത് ബ്രദർഹുഡിലാണ് നിൽക്കുന്നത്, സാഹോദര്യത്വത്തിലാണ് ഈ സഭ നിലനിൽക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ എൻ്റെ പ്രിയ സഹോദരന്മാരെ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് ലേഖനം എഴുതുന്നത്. അവരെ പുതിയ നിയമസഭ എന്ന് പറയുന്ന സഭ, അത് പെന്തക്കോസ്ത് എന്ന് ഒരു കൂട്ടർ പറയുന്നു, കത്തോലിക്ക സഭ എന്ന് വേറൊരു കൂട്ടർ പറയുന്നു, ജാക്കോബൈക്കാരാണെന്ന് പറയുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ സഭയ്ക്ക് ഇന്ന് പൗരോഹിത്യ സഭകളിൽ കാണുന്ന ഈ ധാടി മോടികളൊന്നുമില്ല. വളരെ ലളിത സുന്ദരമായ വിശ്വാസം പേറുന്ന ഒരു സമൂഹമാണിത്. യേശുക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് അംഗീകരിക്കുക, പിന്നെ വിശ്വാസ സ്നാനമേൽക്കുക, മാമോദീസ, പിന്നെ കുർബാന, അപ്പം വീഞ്ഞുകൾ ഭക്ഷിക്കുക, യേശുവിന്റെ മരണത്തെ ചോർക്കുന്ന ധ്യാനിക്കുന്ന ആ ശുശ്രൂഷ ചെയ്യുക, അത്യാവശ്യം തരികിട പരിപാടികളൊക്കെ ചെയ്തില്ലാതെ മര്യാദയ്ക്ക് ജീവിച്ചു പോയി. ഇതിൽ കൂടുതൽ ക്രിസ്ത്യാനിറ്റിക്ക് മറ്റൊന്നുമില്ല. ബാക്കി ഇന്ന് കാണുന്ന പെരുന്നാളുകളും താടിമോടികളും വസ്ത്രങ്ങളും മെത്രോപ്പൊലീത്തമാരും പോപ്പുമാരും കർദിനാൾമാരും എന്നൊക്കെ പറയുന്നത് ബൈബിളിന് വെളിയിൽ, അതിനകത്ത് ബൈബിളുള്ള സാധനമല്ല ഇതൊന്നും. ബൈബിളിലെ ആളുകൾ, ശുശ്രൂഷകന്മാർക്ക് പലരുണ്ട്. അവരെ പാസ്റ്റേഴ്സ് എന്നും ടീച്ചേഴ്സ് എന്നും ഒക്കെ വിളിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ അവരുടേതായ ചില ജോലികൾ ഈ സഭയ്ക്കകത്ത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളതാണ് സഭ. അങ്ങനെയുള്ളതാണ് ദൈവസഭ എന്ന് പറയുന്ന ക്രിസ്തു വിഭാവനം ചെയ്ത പുതിയ നിയമ ക്രൈസ്തവ സഭ എന്ന് പറയുന്ന ആ സഭയാണ്. അതിൽ ആ രീതി അനുസരിച്ചാണ് പെന്തക്കോസ്ത് സഭകൾ പോകുന്നത്. ഇതിനൊരു അഖിലലോക നേതാവൊന്നുമില്ല. ഇതിനൊരു ആഗോളതലത്തിലുള്ള വലിയൊരു പ്രസ്ഥാനമൊന്നുമല്ല. ഓരോ രാജ്യത്തെ സഭകൾ അവിടെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. കേരളത്തിൽ 200-ലധികം പെന്തക്കോസ്ത് സഭകൾ ഉണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് ഏതൊക്കെയാണെന്ന് സാറിന് 10 സഭ പോലും പറയാൻ സാറിനെ കൊണ്ട് പറ്റില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറയാം എണ്ണം ഏതാണ് കേരളത്തിലെ പെന്തക്കോസ്ത് സഭകൾ പ്രധാനപ്പെട്ടതെന്ന് ഞാൻ പറയാം. പ്രധാനപ്പെട്ട ഒരു സഭയാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ, IPC.
അസംബ്ലീസ് ഓഫ് ഗോഡ് പുനലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന 1000-ഓളം സഭകൾ അവർക്കുണ്ട്. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ അവർക്കുണ്ട് 1000-ലധികം സഭകൾ. IPC 3000 സഭകൾ കേരളത്തിലുണ്ട്. ദി പെന്തിക്കോസ്റ്റ് മിഷൻ അവർക്കും കേരളത്തിൽ 10,000-ലധികം സഭകളുണ്ട്. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് തിരുവല്ലയാണ് കേന്ദ്രം. ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച്, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഡബ്ല്യു എന്നൊക്കെ പറയുന്ന ഒരു 10-ൽ താഴെയുള്ള മേജർ പെന്തക്കോസ്റ്റ് സഭകളാണ് കേരളത്തിലുള്ളത്. എന്നാൽ ഇത് പൗരോഹിത്യ സഭയുടെ ഭാഗമല്ലാത്തത് കൊണ്ടും പോപ്പിന്റെ കീഴിലല്ലാത്തത് കൊണ്ടും വിദേശ മേൽക്കോയ്മ ഇല്ലാത്തത് കൊണ്ടും എനിക്ക് വേണമെങ്കിലും നാളെ 10 പേരെ കൂട്ടി ഒരു പ്രയർ ഗ്രൂപ്പ് ആരംഭിക്കാം, ഒരു പെന്തിക്കോസ്റ്റ് സഭ എന്ന് പറയാം. അതാണ് ഈ പെന്തിക്കോസ്റ്റ് സഭയുടെ രീതി. അത് അത്ര നല്ല രീതി അല്ല എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. വാളെടുത്ത് നിൽക്കുന്നവരെല്ലാം വെളിച്ചപ്പാട് ആണ് എന്നൊരു ചിന്ത ഇതിനകത്ത് വരുന്നത് അതുകൊണ്ടാണ് അത് സാർ മനസ്സിലാക്കിയിരിക്കണം. അതാണ് എന്റെ രീതി. ലോകമാകമാനം കത്തോലിക്ക സഭ കഴിഞ്ഞ് രണ്ടാമത് നിൽക്കുന്നത് ഈ പെന്തിക്കോസ്റ്റൽ മൂവ്മെന്റ് ആണെന്നുകൂടെ രാധാകൃഷ്ണൻ സാർ അറിയുന്ന നല്ലതാണ്. 60 കോടി പെന്തിക്കോസ്റ്റ് അനുഭവസ്ഥർ ലോകവ്യാപകമായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള ദക്ഷിണ കൊറിയയും ബ്രസീലുമാണ്. ബ്രസീലിലെ 40% ആളുകൾ ഇപ്പോൾ പെന്തക്കോസ്റ്റ് അനുഭവസ്ഥരാണ്. അപ്പൊ കത്തോലിക്ക സഭ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സഭയാണ് പെന്തക്കോസ്റ്റൽ ചർച്ചസ്, പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ്. അതിന് ഒരു അഖിലലോക നേതാവില്ല. അതത് രാജ്യങ്ങളിലെ സഭകൾ അതത് സ്ഥലത്തെ നേതൃത്വത്തിന്റെ കീഴിൽ നിന്നു പോകുന്ന പ്രാദേശിക സഭകൾ ആണ് പെന്തക്കോസ്റ്റ് സഭകളെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഒരു ഏകലോക നേതാവ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ആർക്ക് വേണമെങ്കിലും ഒരു ഫെലോഷിപ്പ് ആരംഭിക്കാം. എന്നാൽ സാറി പറഞ്ഞതുപോലെ ഈ തങ്കൂന്റെ സഭയും ഈ തിരുവിന്റെ സഭയും ഒന്നും പെന്തിക്കോസ്റ്റ് സഭയുടെ ഭാഗമല്ല. ഞാൻ ആദ്യം പറഞ്ഞ ചർച്ചകൾ എന്ന് പറയുന്ന രജിസ്റ്റേർഡ് ബോഡികളാണത്. തിരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനം അവർക്കുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് ഭരണം നടത്തുന്നത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷന് കീഴിലാണ് ചർച്ച നിൽക്കുന്നത്. അങ്ങനെ പൗരോഹിത്യ സഭകൾ പോലെ തന്നെ ഭരണ സംവിധാനമുള്ള അച്ചടക്കമുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ പെന്തിക്കോസ്റ്റ് പ്രസ്ഥാനം എന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ അവർ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഡോക്ടർ രാധാകൃഷ്ണൻ അവർ പറയുന്ന ഒരു കാര്യം, കത്തോലിക്ക സഭയ്ക്ക് പഴക്കമുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ പഴക്കം എങ്ങനെ വന്നു എന്നും ആദ്യത്തെ ക്രൈസ്തവ സഭ ഏതായിരുന്നു എന്നുള്ളത് ഇവിടെ ഇപ്പോൾ പ്രതിപാദിക്കാൻ തയ്യാറാകുന്നില്ല. അതിന് അദ്ദേഹം റോമൻ ചരിത്രവും റോമൻ പാഗൻ മതത്തിന്റെ ചരിത്രവും റോമിലെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി എങ്ങനെ ക്രിസ്ത്യാനിയായെന്ന കഥകളൊക്കെ വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിലേക്ക് കിടക്കുന്നില്ല. മറ്റു ഗുരുതരമായ ചില പ്രശ്നങ്ങൾ പറഞ്ഞത്, ഇവിടെ ആന്റണിയുടെ ഭാര്യ പെന്തക്കോസ്തുകാരിയാണ്, അത് വെളിപ്പെടുത്തുന്നില്ല എന്നാണ്. സാറേ, എന്ത് വെളിപ്പെടുത്താനിരിക്കുന്നത്? അവർ പെന്തക്കോസ്റ്റ് അനുഭവമുള്ള സ്ത്രീ ആയിരിക്കാം, പെന്തക്കോസ്റ്റ് ചർച്ചിൽ പോകുന്നുണ്ടായിരിക്കാം. അൽഖ്വയ്ദ തീവ്രവാദി ഒന്നല്ലല്ലോ ആന്റോയുടെ ഭാര്യയും ഒന്നും. അവർ ഡൽഹിയിലാണ് താമസിക്കുന്നത്. ഡൽഹിയിൽ അവരെ ഏതോ പെന്തക്കോസ്റ്റ് സഭയിൽ പോകുന്നു ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിപ്പം ഈ പത്രസമ്മേളനം വിളിച്ചുകൂടി പറയേണ്ട കാര്യമുണ്ടോ ആന്റണിയുടെ ഭാര്യയ്ക്ക്? അതിന്റെ ആവശ്യമൊന്നുമില്ല. അവരങ്ങനെ പോകുന്നുണ്ടായിരിക്കും. അതിൽ ഇത്ര തെറ്റന്നായിരിക്കുന്നത്. രാജ്യത്ത് യാതൊരു പ്രശ്നം ഉണ്ടാക്കാത്തൊരു ഗ്രൂപ്പല്ലേ പെന്തക്കോസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സാർ അറിയാമോ, സാർ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ അടിയിടിയും തൊഴിയേറ്റാണ് ഇന്നും കഴിയുന്നത്. എന്നിട്ട് ഇലക്ഷൻ സമയമാകുമ്പോൾ നിങ്ങളെല്ലാം പള്ളികളിലും പെന്തക്കോസ്റ്റ് ആരാധനാലയങ്ങളിലും വന്ന് വോട്ട് ചോദിക്കുമല്ലോ. ഇന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പ്രബല വിഭാഗമായ പെന്തക്കോസ്റ്റ് സമൂഹം BJPയുടെ അടുത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് സാർ മനസ്സിലാക്കണം. സാറിന്റെ ആ പ്രസംഗങ്ങളും പ്രസ്താവനകളും ഇരട്ടി ദോഷം ചെയ്യുന്നത്. ശ്രീധരൻ പിള്ളയ്ക്ക് എന്തുമാത്രം ബന്ധം പെന്തക്കോസ്റ്റ് സഭകളുമായിട്ടുണ്ട്. അദ്ദേഹം ഗോവയിൽ ഗവർണറല്ലേ അദ്ദേഹം. ബൈ ഇലക്ഷന് ചെങ്ങന്നൂരിൽ നിന്ന് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് വോട്ട് പിടിക്കാൻ നടന്നത് IPCയുടെ സമുന്നതനായ നേതാവും മുൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗമായ ജോൺ ജോസഫ് ആയിരുന്നു. അദ്ദേഹം പെന്തക്കോസ്റ്റ് സഭകളിൽ കയറി ഇറങ്ങി വീടുകൾ കയറി ഇറങ്ങി വോട്ട് ചോദിച്ചു. നിസ്സാര വോട്ടിനാണ് ശ്രീധരൻപിള്ള തോറ്റുപോയത്. അതിന്റെ അർത്ഥം ശ്രീധരൻപിള്ള പെന്തക്കോസ്തുകാരനായി എന്നാണോ? ഇനി ഗണേഷ് കുമാർ പെന്തക്കോസ്തുകാരനാണ്, അത് വെളിപ്പെടുത്തിയാൽ എന്തെന്ന് പറയുന്നത്? എന്ത് വെളിപ്പെടുത്താനിരിക്കുന്നത്? ഗണേഷ് കുമാറിന് പെന്തക്കോസ്തുമായിട്ട് ഒരു ബന്ധവുമില്ല. ഗണേഷ് കുമാർ എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും അഭ്യാസിയായ, തന്ത്രശാലിയായ, ഉപായിയായ ഒരു രാഷ്ട്രീയ നേതാവാണ് ഗണേഷ് കുമാർ എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അധികാരങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ചാടിയും മറിഞ്ഞും തിരിഞ്ഞും നിൽക്കുന്ന ആളാണ്. കൊട്ടാരക്കരയിൽ ചെന്ന് ടിനുവിന്റെ തലയിൽ ടിനു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം സഭയിലെ മെമ്പർ ആണെന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പെന്തക്കോസ്തുമായിട്ട് ഒരു ബന്ധവുമില്ല. അദ്ദേഹം വിശ്വാസ സ്നാനം ഏറ്റിട്ടില്ല. അദ്ദേഹം സാൽവേഷന്റെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. അദ്ദേഹം പെന്തക്കോസ്റ്റ് സഭകളിൽ പോയി കുർബാന കൈക്കൊള്ളുന്നില്ല. ഒരു സഭയുടെ മെമ്പർഷിപ്പ് ഇല്ല. പിന്നെ എങ്ങനെ അയാൾ പെന്തക്കോസ്റ്റ് ആകും? അയാൾ എന്തോ വെളിപ്പെടുത്താനിരിക്കുന്നു? അയാൾ കറ തീർന്ന 1ാം തരം നായരാണ്. അദ്ദേഹം NSSന്റെ കീഴിൽ NSSന്റെ മുഖ്യ ചുമതലക്കാരൻ, എനിക്ക് തോന്നുന്നു ഡയറക്ടർ ബോർഡ് മെമ്പറാണെന്ന് തോന്നുന്നു വരുന്നതിൽ അദ്ദേഹം നല്ല ഒരു രാഷ്ട്രീയ ഭരണകർത്താവാണ്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. NSSന്റെ സമുന്നതനായ നേതാവും കൂടിയാണ് അദ്ദേഹം. രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്. പിന്നെ അവിടെ ഒരു ഉണർവ് പ്രസ്ഥാനം അവിടെ ഉണ്ട്. അത് പെന്തക്കോസ്റ്റ് സഭ അല്ലത്.
അതൊരു ഉണർവ്, ഒരു കരിസ്മാറ്റിക് ഗ്രൂപ്പാണ്. അവിടെ അദ്ദേഹം പോയി ആരാധനയിൽ പങ്കെടുക്കുകയും അവിടുത്തെ പാസ്റ്റർ അദ്ദേഹത്തിന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ചർച്ചിനെ ബന്ധുക്കോസുമായിട്ട് ബന്ധമില്ലല്ലോ. ഏത് ബന്ധുക്കോസ് എന്ന് രാധാകൃഷ്ണ സാർ വെളിപ്പെടുത്തണം. ഞാൻ ആദ്യം പറഞ്ഞ 5-6 ബന്ധുക്കോസ് പ്രബലമായ ഗ്രൂപ്പുകളുണ്ട് ഇവിടെ. അതിൽ ഏതെങ്കിലും ഒരു ചർച്ചിനകത്ത് ഇദ്ദേഹം വരുമോ? ഇല്ലല്ലോ, വരില്ല. അപ്പോൾ ആവശ്യമില്ലാതെ ഉള്ള ചില ആരോപണങ്ങളാണ് രാധാകൃഷ്ണൻ സാറ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. ശ്രീധരൻപിള്ള സാറ് വേണ്ടി ഇലക്ഷൻ വർക്ക് നടത്തി ബന്ധുക്കോസുകാരെല്ലാം അദ്ദേഹത്തിന് പുറത്തൊരു വോട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ ചെങ്ങന്നൂർ ഇലക്ഷൻ അദ്ദേഹത്തിന്റെ ഓടി നടന്ന് അധ്വാനിച്ചത് പെന്തിക്കോസിന്റെ സമുദായ ലീഡറാണ് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ശ്രീധരൻപിള്ള ബന്ധുക്കോസുകാരനായെന്നല്ലല്ലോ അതിന്റെ അർത്ഥം. ഇതൊക്കെ വ്യക്തിപരമായ ബന്ധങ്ങളല്ലേ. അപ്പോൾ ബാലിശമായ കുറെ ആരോപണങ്ങൾ, അവ്യക്തമായ ആരോപണങ്ങൾ, പെന്തിക്കോസുകാരെ കുറിച്ച് പഠിക്കാത്ത കുറെ ആരോപണങ്ങളാണ് രാധാകൃഷ്ണൻ സാറ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ള, ABC എന്ന് പറയുന്ന ഈ ചാനൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കൃത്യമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അതിനകത്ത് പരിപാടി അവതരിപ്പിക്കുന്ന സിനുജിയെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ എനിക്കറിയാം. സുനിൽ വടയാർ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ദി വീക്കിന്റെ എഡിറ്റർ ആയിരുന്ന രാമേന്ദ്രൻ സാറിന്റെ അത് ഗംഭീരമായിരുന്നു. ഇസ്രായേൽ യുദ്ധകാലത്ത് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ. TG മോഹൻദാസ് എത്ര ഗംഭീരമായി സംസാരിക്കുന്ന ആളാണ് അദ്ദേഹം. വളരെ ആരാധന മനോഭാവത്തോടെയാണ് ABC ചാനലിലെ ഈ അവതാരകരെയും അതിനകത്തെ പ്രഭാഷകരെയും ഞങ്ങളൊക്കെ കാണുന്നത്. അത്ര ഈടുറ്റ പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളുകളാണ് രാമേന്ദ്രൻ സാറും TG മോഹൻദാസ്. രണ്ടുപേരും നമുക്ക് മറക്കാൻ പറ്റുന്ന ആളുകളല്ല. ഞാൻ പരിചയപ്പെട്ടിട്ടില്ല ഇതുവരെ, പക്ഷെ എന്റെ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഒരു ഏകദേശ പഠനം അതിനകത്ത് ഉണ്ടായിരിക്കണം. ചുമ്മാ വന്നിരുന്ന് പറയരുത്. ഇനി കൊടിക്കുന്നിൽ സുരേഷിന്റെ അമ്മ ബന്ധുക്കോസുകാരി ആണെങ്കിൽ എന്താ കുഴപ്പം? എന്താ? അദ്ദേഹം ഹിന്ദു ആയിരിക്കാം, അതിനകത്ത് ഒരു കുഴപ്പമില്ലല്ലോ. മുൻ സ്പീക്കർ ബാലയോഗി, കേന്ദ്ര മന്ത്രിസഭയിൽ സ്പീക്കറായിരുന്ന ബാലയോഗി, ആന്ധ്രയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ വീട്ടുകാരെല്ലാം ബന്ധുക്കോസുകാരായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടുകാരെല്ലാം IPCയുടെ അംഗങ്ങളായിരുന്നു ആന്ധ്രയില്. ഇതൊക്കെ എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ചില കുടുംബത്തിൽ ചിലർ അവർ ആദ്യം അനുവർത്തിച്ചു വരുന്ന മതത്തിൽ നിൽക്കുന്നവരുണ്ടാവും. ചിലർക്ക് യേശു ക്രിസ്തുവിനെ രക്ഷകരായി സ്വീകരിച്ചു കൊള്ളാം, യേശു ആരാധനായ ഒരു പുരുഷനാണെന്ന് വിശ്വസിച്ച് അതേക്കുറിച്ച് സംസാരിക്കുകയും ആ പള്ളികളിലേക്ക് ചിലക്ക് പോവുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് പെന്തക്കോസ്ത് സഭാംഗമാകുന്നില്ല. സഭാംഗമാകണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സഭയിൽ എഴുന്നേറ്റുന്ന യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് സ്വീകരിക്കണം, വിശ്വാസ സ്നാനം മാമോദിസ ഏൽക്കണം, പള്ളിയിലെ കുർബാന പങ്കെടുക്കണം. അടിപിടിയും വ്യഭിചാരവും പോലീസ് കേസും കത്തിക്കുത്തുവൊന്നും ഇല്ലാതെ മാനം മര്യാദയായിട്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ പെന്തിക്കോസിൽ മെമ്പർഷിപ്പ് ഉണ്ടാവുകയുള്ളൂ. അതിനകത്ത് ചില പെശകുകൾ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അവരെ എല്ലാം സമയത്ത് പുറത്താക്കുക, പോലീസ് പിടിച്ച് അകത്ത് പോവുക ചെയ്തിട്ടുണ്ട്. അതിന്റെ വേറൊരു ഭാഗം. മനുഷ്യരായതുകൊണ്ട് തെറ്റും കുറ്റമൊക്കെ സംഭവിച്ചു എന്ന് വരാം. പക്ഷെ ആത്യന്തികമായിട്ട് പെന്തക്കോസ്ത് സഭ എന്ന് പറയുന്നത് പൗരോഹിത്യ സഭകളെ പോലെ സഭയാണ്. ആ സഭയ്ക്ക് ഒരു നിയമമുണ്ട്, ഒരു ചട്ടമുണ്ട്. ഒരു ചട്ടക്കൂട്ടകത്താണ് നിൽക്കുന്നത്. തോന്നുപോലെ ജീവിക്കാൻ പറ്റില്ല. കള്ളടിച്ചവരെ പുറത്താക്കും. പറഞ്ഞു മനസ്സിലായോ? ബസ്സിന് അള്ളു വെക്കാൻ പോകാറില്ല പെന്തക്കോസുകാര്, കല്ലേറ് നടത്താറില്ല, പിക്കറ്റിംഗ് നടത്താറില്ല, പോലീസ് സ്റ്റേഷനിൽ കയറി ബഹളം ഉണ്ടാക്കാറില്ല, കള്ളടിച്ചു വഴിയിൽ കിടന്ന് കത്തിക്കുത്ത് നടത്താറില്ല. മാനം മര്യാദയായി അവർ വോട്ട് ചെയ്ത് അവർ വോട്ടവകാശം കൃത്യമായി വിനിയോഗിച്ച് വളരെ ഒതുക്കത്തിൽ മര്യാദയ്ക്ക് രാഷ്ട്രത്തിന് തലവേദന ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു സമൂഹമാണ് പെന്തക്കോസ് സമൂഹം. അതുകൊണ്ട് പെന്തക്കോസ് സഭയിൽ കുടുംബാംഗങ്ങളിൽ ചിലർ പഴയ മതത്തിൽ വിശ്വസിച്ചിരിക്കുന്നവരുണ്ടാകാം. കുറച്ച് ആളുകൾ ചിലപ്പോൾ മക്കളോ ഭാര്യയോ അമ്മായിപ്പനോ വേണ്ടപ്പെട്ട ആരെങ്കിലൊക്കെ പെന്തക്കോസിൽ വിശ്വാസിലായെന്ന് വരാം. അതൊരു കുറ്റകരമല്ല. എന്തോ വെളിപ്പെടുത്താനിരിക്കുന്നു. എന്ത് വെളിപ്പെടുത്തണമെന്നാണ് സാർ ഈ പറയുന്നത്? ഗണേഷ് കുമാർ ബന്ധുക്കോസുകാരാണെന്ന് വെളിപ്പെടുത്തണമെന്ന്. ഗണേഷ് കുമാർ ബന്ധുക്കോസുകാരല്ലപ്പാ. സുരേഷ് കൊടിക്കുന്നിൽ സുരേഷ് ബന്ധുക്കോസുകാരനല്ല. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോ സഹോദരങ്ങളൊക്കെയാണ് ബന്ധുക്കോസുകാര്. ആന്റിയുടെ വൈഫ് ഡൽഹിയിൽ ഏതൊരു ബന്ധുക്കോസ് സഭയിൽ ആരാധനയ്ക്ക് പോകുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, കേരളത്തിൽ അവരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തോ ഇത്ര ആനുകൂല്യ പ്രശ്നമായിട്ട് രാധാകൃഷ്ണൻ സാറിന് തോന്നുന്നത്? അത് കേട്ട് കഴിഞ്ഞാൽ ബന്ധുക്കോസുകാരെല്ലാം ഏതാണ്ട് അൽഖയ്ദ പോലെയോ ഏത് ഭീകര സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ പോലെ തോന്നുന്നു സാറിന്റെ പ്രസംഗം കേട്ടോ. അങ്ങനെയൊന്നും അല്ല സാറേ. വളരെ മര്യാദക്കാരും പാവങ്ങളും രാഷ്ട്രത്തിനും രാഷ്ട്രീയ പാർട്ടികൾക്ക് തലവേദന ഉണ്ടാകാതെ മാന്യം മര്യാദയായി ജീവിക്കുന്ന പാവങ്ങളാണ് ബന്ധുക്കോസ് സമൂഹം. അവർക്ക് രാഷ്ട്രീയത്തിൽ അവർ വരുന്നില്ല, അതാണ് കുഴപ്പം. രാഷ്ട്രീയത്തിൽ വന്ന് അവർ ശ്രദ്ധിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അവരും ജാഥ നടത്തണം, അവർ പിക്കറ്റിംഗ് നടത്തണം, കല്ലേറ് നടത്തണം, പോലീസ് സ്റ്റേഷനിൽ കേസുകളാകണം, കോടതി കയറി ഇറങ്ങി നടക്കണം. അങ്ങനെ അവർ വരുമ്പോൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അവർ മാറും. അവർക്ക് MLA മാര് MP മാരാകാം, മന്ത്രിമാരാകാം. അതിനൊന്നും ബന്ധുക്കോസുകാരെ കിട്ടത്തില്ല. ഒതുക്കി കഴിയുന്ന യേശു ക്രിസ്തുവിനെ രക്ഷകരായി സ്വീകരിച്ച് മാനം മര്യാദയായി വളരെ അന്തസ്സായി രാഷ്ട്രത്തിനും
നാട്ടുകാർക്കും വീട്ടുകാർക്കും ഗവൺമെന്റിന് ഒരു പ്രശ്നം ഉണ്ടാകാതെ ഒഴിഞ്ഞുകൂടി കഴിയുന്ന മര്യാദക്കാരായ ആളുകളാണ് ഹിന്ദുക്കാര്. അവരെ കുറിച്ച് സാർ എന്തെങ്കിലും പഠിക്കുന്നെങ്കിൽ വ്യക്തമായി പഠിച്ചിട്ട് പറയുക. അതല്ല ഇത് ഇവരെ കുറിച്ച് എന്തെങ്കിലും അധികം സാറിന് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സാറുമായിട്ട് സംവാദം നടത്താൻ തയ്യാറാണ്. ഒരു സംശയം ആ കാര്യത്തിലില്ല. പെന്തക്കോസ്തുകാരെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാറിന്റെ തലയിൽ പെന്തക്കോസ്ത് കമ്മ്യൂണിറ്റിയെ കുറിച്ച് എന്തോ ഒരു ധാരണ തലയിൽ കയറിയിട്ടുണ്ട്. അത് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. സാറ് മനഃപൂർവ്വം പറഞ്ഞാണ് വിശ്വാസം ഞങ്ങൾക്കില്ല കേട്ടോ. പെന്തക്കോസ്ത് കമ്മ്യൂണിറ്റിയെ കുറിച്ച് സാർ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് സാറിന് അങ്ങനെ പറയേണ്ടി വന്നത്. അതുകൊണ്ട് സാറിന്റെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഏതാണ്ട് ഒരു 90% അസത്യമാണ്. അസത്യമെന്ന് പറഞ്ഞാൽ സാറ് മറച്ചു വെച്ച് പറഞ്ഞൊന്നല്ല, സാറിന് അറിയാൻ വയ്യാതെ പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പെന്തക്കോസ്ത് കമ്മ്യൂണിറ്റിയെ കുറിച്ചും അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ചും അവരുടെ വിശ്വാസത്തെ കുറിച്ചും അവരുടെ ജീവിത സംസ്കാരത്തെ കുറിച്ചും ആഗോള പെന്തക്കോസ്ത് കമ്മ്യൂണിറ്റിയെ കുറിച്ചും ഒക്കെ സാർ ഒരു വിശദമായ പഠനം നടത്തേണ്ടിയിരിക്കുന്നു. സാർ ഒരു സ്കോളറാണ്, PhD കാരനാണ്, വൈസ് ചാൻസലർ ആയിരുന്ന ആളാണ്, PSC മെമ്പർ ആയിരുന്ന ആളാണ്. അതുകൊണ്ട് അതിലേക്ക് സാറിന്റെ ശ്രദ്ധ ഞാൻ ഈ സമയത്ത് ഇരിക്കുകയാണ്. ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും ശരിയല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, മറച്ചു വെച്ച് സാർ മനഃപൂർവ്വം പറഞ്ഞ വിശ്വാസം എനിക്കില്ല. പക്ഷെ അവ്യക്തത നിറഞ്ഞതാണ്. അങ്ങനല്ല കാര്യങ്ങളൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ സമയം ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് പൊതുജന സമക്ഷം സമർപ്പിക്കുന്നത്.